മൈഗ്രെയിൻ ചികിത്സിച്ചില്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടാവുമോ എന്ന് ചില ആളുകൾ ചോദിക്കും. മൈഗ്രെയിൻ ഒരു പ്രൈമറി ഹെഡേക്ക് ഡിസോർഡർ ആണ്. നോർമലി മൈഗ്രെയിൻ ഉള്ളത് കൊണ്ട് ബ്രെയിനിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നതോ മറ്റ് രോഗങ്ങൾ ഉണ്ടാവുന്നതോ കാണാറില്ല. എന്നാൽ പെയിൻ ഉള്ളത് കൊണ്ട് മൈഗ്രെയിൻ അറ്റാക്ക് ഉണ്ടാവുമ്പോൾ സ്ട്രെസ് ലെവൽ കൂടും. ഫ്രീക്വന്റ് ആയി മൈഗ്രെയിൻ ഉള്ളവരിൽ സ്ട്രെസ് ലെവൽ ഹൈ ആയി നിൽക്കുന്നത് ഉറക്കം, ഡൈജഷൻ, ഹോർമോണിന്റെ പ്രവർത്തനം, മെറ്റബോളിസം ഇങ്ങനെ നോർമലായ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസിനെ ബാധിക്കും. കണ്ടിന്യൂസ് ആയി ഇങ്ങനെ ഉണ്ടാവുമ്പോൾ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയി ഒബേസിറ്റി, ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ് എന്നിവയൊക്കെ അവരിൽ ഡെവലപ്പ് ചെയ്യാം. തലവേദന വരുമെന്നുള്ള പേടി, ടെൻഷൻ ഇതൊക്കെ ആങ്സൈറ്റി ഡിസോർഡേഴ്സിലേക്ക് എത്തിക്കാം. മൈഗ്രെയിൻ ഉള്ളത് കൊണ്ട് ലൈഫിലെ പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നില്ല, പഠിത്തം, ജോലി ഇതിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പല പേഷ്യൻസും പറയുന്നത് കാണാം. ഇത് അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫിൽ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കും. മൈഗ്രെയിൻ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഇങ്ങനെ സംഭവിക്കും എന്നല്ല, എന്നാൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അവരിൽ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഒരു സിമ്പിൾ തലവേദനയായി കാണാതെ മൈഗ്രെയിൻ ശരിയായി മാനേജ് ചെയ്യണം എന്ന് പറയുന്നത്.